മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ ഇപ്പോൾ ട്വിസ്റ്റിനുമേൽ ട്വിസ്റ്റാണ് ബിഗ് ബോസ് കൊണ്ടുവന്നിരിക്കുന്നത്. കണ്ടസ്റ്റൻസിനും പ്രേക്ഷകരായി നമുക്കും ഒരുപോലെയാണ് ബിഗ് ബോസ് ഇപ്പോൾ ട്വിസ്റ്റ് വന്നിരിക്കുന്നത്. സ്വേച്ഛാധിപതികളായി തിരഞ്ഞെടുക്കപ്പെട്ട ജിസേലിനും നെവീനും അവരുടെ ആദ്യത്തെ അധികാരം ബിഗ് ബോസ് ഇപ്പോൾ കൊടുത്തിരിക്കുകയാണ്. വേറൊന്നുമല്ല, ഡയറക്റ്റ് നോമിനേഷൻ. ജിസേലിനും നെവീനും ലാലേട്ടൻ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്ത ആര്യനെയും ക്യാപ്റ്റനായ ശരത്തിനെയും ഒഴിച്ച് ബാക്കി കണ്ടസ്റ്റൻസിൽ നിന്നും ആരെ വേണമെങ്കിലും ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാവുന്നതാണ്. ജിസേൽ നോമിനേറ്റ് ചെയ്യുന്നത് ആദിലേനെയാണ്, നെവീൻ നോമിനേറ്റ് ചെയ്യുന്നത് അഭിലാഷിനെയും. ഇവിടെയും കൊണ്ടൊന്നും ബിഗ് ബോസ് നൽകുന്ന ട്വിസ്റ്റ് നിന്നിട്ടില്ല. രണ്ടാമത്തെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, സ്വേച്ഛാധിപതികളായ ജിസേലും ആര്യനും ബാക്കി കണ്ടസ്റ്റൻസിൽ നിന്നും 7 പേരെ തിരഞ്ഞെടുത്ത് ആ 7 പേർക്കും നോമിനേഷൻ പവർ കൊടുക്കാവുന്നതാണ്. നോമിനേഷൻ പവർ ലഭിച്ച 7 പേർക്ക് മാത്രമാണ് ഈ തവണ നോമിനേഷൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ക്യാപ്റ്റനായ ശരത്തിന് ആ പവർ കൊടുക്കാൻ സാധിക്കുകയില്ല. എന്തായാലും ജിസയിലും നെവീനും കൂടി സെലക്ട് ചെയ്യുന്നത് അനീഷ്, അക്ബർ, ഷാനവാസ്, ബിന്നി, ആര്യൻ, റെന ഫാത്തിമ, ഒനീൽ. ഇവരാണ് ആ 7 പേര്. സ്വേച്ഛാധിപതികളായ ജിസേലിനെയും നെവീനെയും ക്യാപ്റ്റനായ ശരത്തിനെയും നോമിനേറ്റ് ചെയ്യാൻ സാധിക്കില്ല. കൂടാതെ ഡയറക്റ്റ് നോമിനേഷനിലുള്ള ആര്യൻ, അഭിലാഷ്, ആദിലേനെയും നോമിനേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ ഈ ആഴ്ചത്തെ നോമിനേഷൻ വളരെ രസകരമായ രീതിയിലായിരുന്നു. കാരണം ഈ 7 പേർക്ക് മാത്രമാണ് നോമിനേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. കൂടെ ക്യാപ്റ്റനായ ശരത്തിനും നോമിനേറ്റ് ചെയ്യാൻ. ആദ്യത്തെ വ്യക്തിയായ അനീഷ നോമിനേറ്റ് ചെയ്തത് നൂറേനെയും രേണു സുധീനെയുമായിരുന്നു. അക്ബർ നോമിനേറ്റ് ചെയ്തത് രേണു സുധീനെയും ഒനീലിനെയുമായിരുന്നു. ഷാനവാസ് നോമിനേറ്റ് ചെയ്തത് ബിന്നിയെയും അക്ബറിനെയുമായിരുന്നു. ബിന്നി നോമിനേറ്റ് ചെയ്തത് രേണു സുധീനെയും ഒനീലിനെയുമാണ്. ആര്യൻ നോമിനേറ്റ് ചെയ്തത് നൂറ, ഒനീൽ. റെന ഫാത്തിമ നോമിനേറ്റ് ചെയ്തത് നൂറ, ഒനീൽ. ഒനീൽ നോമിനേറ്റ് ചെയ്തത് നൂറ, റെന ഫാത്തിമ. ശരത്ത് നോമിനേറ്റ് ചെയ്തത് ഒനീൽ, ബിന്നി. എന്തായാലും നോമിനേഷൻ അവസാനം ഏറ്റവും കൂടുതൽ വോട്ടുകൾ ലഭിച്ചത് ഒനീലിനാണ്. 5 വോട്ടുകളോടുകൂടി ഒനീലും, 4 വോട്ടുകളോടുകൂടി നൂറയും, 3 വോട്ടുകളോടുകൂടി രേണു സുധിയും, 2 വോട്ടുകളോടുകൂടി ബിന്നിയുമാണ് ഈ ആഴ്ചത്തെ നോമിനേഷനിൽ വന്നിരിക്കുന്നത്. ഇവരെ കൂടാതെ ഡയറക്റ്റ് നോമിനേഷൻ വഴി വന്ന ആര്യൻ, അഭിലാഷ്, ആദില. നോമിനേഷൻ കഴിഞ്ഞതോടുകൂടി ട്വിസ്റ്റ് കഴിഞ്ഞെന്ന് കരുതണ്ട. വീണ്ടും ബിഗ് ബോസ് കണ്ടസ്റ്റൻസിന് ഇപ്പോൾ ട്വിസ്റ്റ് കൊടുത്തിരിക്കുകയാണ്. ഒരു നേട്ടമുള്ളിടത്ത് ഒരു നഷ്ടവും ഉണ്ടാകും. എന്തായാലും ആ നഷ്ടം എന്താണെന്ന് വെച്ചാൽ, സ്വേച്ഛാധിപതികൾ തിരഞ്ഞെടുത്ത, അതായത് നോമിനേഷൻ പവറുള്ള 7 പേരായിരിക്കും സ്വേച്ഛാധിപതികളുടെ അടിമകൾ. ആ 7 പേരെ കൊണ്ട് സ്വേച്ഛാധിപതികൾക്ക് എന്ത് വേണേലും ചെയ്യിപ്പിക്കാം. ഇതാണ് അവരുടെ നേട്ടത്തിന് കിട്ടിയ നഷ്ടം. ഇതുകൊണ്ടും ട്വിസ്റ്റ് തീർന്നിട്ടില്ല. നോമിനേഷൻ പവർ കിട്ടിയവരാണ് സ്വേച്ഛാധിപതികളുടെ അടിമകൾ എന്ന് പറഞ്ഞപ്പോൾ നോമിനേഷൻ പവർ ലഭിക്കാത്തവർ വളരെ സന്തോഷിച്ചെങ്കിലും അവർക്കിട്ടുള്ള പണിയാണ് ബിഗ് ബോസ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. സ്വേച്ഛാധിപതികളും അവരുടെ അടിമകളും ഒഴിച്ച് ബാക്കിയുള്ളവരിൽ നിന്നും വേണം ഈ ആഴ്ചത്തെ വീട്ടിലെ ജോലികൾ ചെയ്യാനുള്ള ആളുകളെ തിരഞ്ഞെടുക്കേണ്ടത്. ബാലൻസ് 6 പേർ മാത്രമാണ് അവശേഷിക്കുന്നത്. രേണു സുധി, അനുമോൾ, ശൈത്യ, അഭിലാഷ്, നൂറ, ആദില. ഈ 6 പേര് ഉപയോഗിച്ച് വേണം ഈ ആഴ്ച ഈ വീട്ടിലുള്ള എല്ലാ ജോലികളും ചെയ്യിപ്പിക്കാൻ. രേണു സുധി, അനുമോൾ, നൂറ ഇവർ 3 പേരുമായിരിക്കും ഇന്നു മുതൽ കിച്ചൺ ടീമും വെസൽ ടീമും. അഭിലാഷ്, ആദില ആൻഡ് ശൈത്യ ഇവർ 3 പേരുമായിരിക്കും ഫ്ലോർ ടീമും ബാത്റൂം ടീമും. എന്തായാലും ഇന്ന് ബിഗ് ബോസ് എല്ലാവർക്കും നല്ല 7ന്റെ പണിയാണ് കൊടുത്തിരിക്കുന്നത്. സ്വേച്ഛാധിപതികൾക്കുള്ള ബാക്കി അധികാരങ്ങൾ പിന്നീട് ബിഗ് ബോസ് അറിയിക്കുന്നതായിരിക്കും. അതും കൂടി വന്നാൽ നല്ല മുട്ടൻ പണിയാകും. എന്തായാലും കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.